ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മയപ്പെടുത്തുകയാണ് സർക്കാർ. ആചാര കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. സർക്കാർ എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ആചാരം സംരക്ഷിക്കണമെന്ന നിലപാട് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. ദേവസ്വം ബോർഡും പുതിയ സത്യവാങ്മൂലം നൽകും. ഇപ്പൊ ചോദിച്ചുള്ള കോടതി യുവതീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിലപാടല്ല, മറിച്ച് ഈ ഭരണഘടനാപരമായ പ്രശ്നങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കോടതിയെ. അതിനും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലെയും അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോടതിയിലെ ഭരണഘടനാ വിദഗ്ധന്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരതനുസരിച്ച് കൊടുക്കും. ഇപ്പം ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയും. അല്ലല്ല, പാർട്ടി നിലപാടും ഗവൺമെൻറ് നിലപാടും ഒന്ന് തന്നെയാണ്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എല്ലാ കാലഘട്ടത്തിലും. യഥാർത്ഥത്തിൽ ഇത്രയേറെ കോടതിയിൽ നിന്ന് അടിവാങ്ങിയ ഒരു പ്രതിപക്ഷം കേരളത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഓരോന്നും വിട്ടുപോക്കോളാൻ പറഞ്ഞിരുന്നില്ല കോടതി. യഥാർത്ഥത്തിൽ ഭരണപക്ഷത്തിന് നല്ല അഭിപ്രായം കോടതിയിൽ നിന്ന് വാങ്ങിത്തന്ന പ്രതിപക്ഷത്തോട് നന്ദി പറയാതെ ഭരണപക്ഷം ചെയ്യേണ്ടത്. PR സുനിലും റഹീസ് റഷീദും വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ആദ്യം നമ്മൾ PR സുനിലേക്കാണ് പോകുന്നത്. PR സുനിൽ, സർക്കാർ ഒന്ന് മയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് 2007 സത്യവാങ്മൂലത്തിൽ പാണ്ഡിത്യമുള്ളവരാണ്, മതപരമായ കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യം നിലനിർത്തുന്നു. അതിനോടൊപ്പം തന്നെ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു. മധു, തീർച്ചയായും നേരത്തെ സ്വീകരിച്ചിട്ടുള്ള നിലപാടിൽ നിന്ന് ഒരു മാറ്റം ഇപ്പോഴത്തെ നിലപാടിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം 2018 സുപ്രീം കോടതിയുടെ ചരിത്ര വിധിക്ക് പിന്നാലെ ആ വിധി നടപ്പാക്കാനാണ് ഒന്നാം പിണറായി സർക്കാർ തീരുമാനമെടുത്തത്. അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിയത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇപ്പോൾ ഒരു നിലപാട് മാറ്റം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുക്കുന്നത്. ഏതായാലും ഇന്ന് സുപ്രീം കോടതിയിൽ നൽകുന്ന സത്യവാങ്മൂലത്തിൽ വിശ്വാസികളെ പിണക്കാതെയും പുരോഗമനവാദികളെ പിണക്കാതെയുമുള്ള ഒരു നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. വിശ്വാസികൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ഇതിനകം തന്നെ സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. ഏതായാലും ആ നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുമ്പോൾ തീർച്ചയായും അത് 2007 എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് ഒരുപക്ഷെ ഒരു മാറ്റമാകാം. മാത്രമല്ല 2018 സുപ്രീം കോടതി വിധിക്ക് തൊട്ട് മുൻപ് അന്ന് വളരെ ശക്തമായി തന്നെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചത്. ഏതായാലും ആ ഒരു നിലപാട് തൽക്കാലം ഇപ്പോൾ സർക്കാരിനില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി ഒരുപക്ഷെ ഈ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകാനുള്ള സാധ്യതയുണ്ട്. ഈ സത്യവാങ്മൂലം നൽകുന്നത് തീർച്ചയായും ഒരു സന്ദേശം നൽകുക. ആ സന്ദേശം എന്നത് വിശ്വാസികൾക്കെതിരല്ല, സർക്കാരും CPM-ഉം ഇടതുപക്ഷവും എന്ന സന്ദേശം നൽകാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്. 2016 യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. അങ്ങനെ 2 സത്യവാങ്മൂലമാണ് സർക്കാരിന്റേതായി ഇതുവരെ സുപ്രീം കോടതിയിലുള്ളത്. അന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് ചോദിച്ചതാണ് ഇങ്ങനെയൊരു സത്യവാങ്മൂലം, അതായത് യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് 2016 സംസ്ഥാന സർക്കാർ തന്നെ നൽകിയൊരു സത്യവാങ്മൂലം കോടതിയിലുണ്ട്. ആ നിലപാടല്ല സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്ന് അന്ന് 2016 ശേഷം ഈ കേസിൽ അന്തിമവാദം കേട്ടപ്പോൾ സുപ്രീം കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. 2016 നൽകിയ നിലപാടല്ല സർക്കാരിന്റെ നിലപാട്. യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നതാണ്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണം. അതാണ് ഭരണഘടന അനുശാസിക്കുന്ന അവകാശം എന്ന് സുപ്രീം കോടതിയിൽ വളരെ ശക്തമായി തന്നെ സർക്കാർ വാദിച്ചു. അങ്ങനെ സർക്കാർ വാക്കാൽ നൽകിയ വാദം അംഗീകരിച്ചുകൊണ്ടാണ് 2018 സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചത്. ഏതായാലും അത് ആ വിധി നടപ്പാക്കാനുള്ള നീക്കം വലിയ വിവാദമായ സംഘർഷമായ സാഹചര്യത്തിലാണ് ആ നിലപാടിൽ നിന്ന് ഏതായാലും സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇപ്പോഴത്തെ നിലപാട് എന്ന് പറയുന്നത് ആരെയും പിണക്കാതെയുള്ള ഒരു നിലപാടാണ്. അത് വിശ്വാസികളെ പിണക്കാതെയുള്ള നിലപാട്, ഒപ്പം തന്നെ പുരോഗമനവാദികളെ പിണക്കാതെയുള്ള നിലപാട്. കാരണം അതിൽ പറയുന്നത് ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ സർക്കാരല്ല തീരുമാനമെടുക്കേണ്ടത് എന്നതാണ്. ഏതായാലും ആ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള സർക്കാരിന്റെ പുതിയ ഒരു സത്യവാങ്മൂലമല്ല, ഇതൊരു ആർഗ്യുമെന്റ് നോട്ടാണ്, വാദങ്ങൾ എഴുതി നൽകലാണ്. ആ വാദങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടി സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. ഏതായാലും 14-ാം തീയതിക്ക് മുൻപ് ഈ കേസിലെ എല്ലാ കക്ഷികളും വാദങ്ങൾ രേഖാമൂലം നൽകണം. നമ്മളിപ്പോൾ ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്ന കാര്യങ്ങൾ തന്നെ എന്താണ്? ഈ കാര്യത്തിൽ കോടതിയാണോ തീരുമാനമെടുക്കേണ്ടത് എന്നത് കൂടിയാണ്. അപ്പോൾ സർക്കാർ ആധികാരികമായ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് നിയമ സംവിധാനം എന്താണ് ചെയ്യേണ്ടത് എന്നത് പരിശോധിക്കുന്ന സമയത്താണ് എന്നുള്ളത് ഒരു ഘടകവിരുദ്ധതയാണ്. അതിൽ കോടതി തന്നെ നിലപാടെടുക്കട്ടെ, അത് പാണ്ഡിത്യമുള്ളവരോട് ചോദിച്ചാകട്ടെ, സർക്കാർ ആ കോടതി ഉത്തരവ് അനുസരിക്കും എന്നത് തന്ത്രപരമായൊരു നിലപാടാണ്.
തീർച്ചയായും നോക്കൂ, സുപ്രീം കോടതിക്ക് മുൻപിൽ ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് അറിയിക്കേണ്ട ഒരു ബാധ്യതയും സർക്കാരിനില്ല. അത് നിയമപരമായിട്ടുമില്ല, സാങ്കേതികമായിട്ടുമില്ല. മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നേരത്തെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് നിശ്ചയിച്ച 7 ചോദ്യങ്ങളിൽ ഉത്തരം കണ്ടെത്തുക എന്നതാണ്. അത് ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങളിൽ പറയുന്ന മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട കാര്യം, ഇതിൽ കോടതികൾക്ക് ഏത് അളവ് വരെ ഇടപെടാം എന്ന കാര്യത്തിലൊക്കെയാണ് സുപ്രീം കോടതി ഈ വിഷയം പരിശോധിക്കാൻ പോകുന്നത്. അവിടെ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ, അതിൽ സർക്കാരിന്റെ നിലപാടെന്ത് എന്ന കാര്യത്തിലൊന്നും സുപ്രീം കോടതിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ പോകുന്നില്ല. പക്ഷേ അപ്പോഴും ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കുന്നത് അത് രാഷ്ട്രീയമായി തന്നെയാണ്. കാരണം വിശ്വാസികൾക്കെതിരല്ല സർക്കാരും ഇടതുപക്ഷവും എന്ന് അറിയിക്കുക, അതൊരു സന്ദേശം നൽകുക എന്നൊരു രാഷ്ട്രീയ ഉദ്ദേശത്തോടെ തന്നെയാണ് സർക്കാർ ഇങ്ങനെയൊരു നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കുന്നത്. റഹീസ് റഷീദ് കൂടി നമ്മളോടൊപ്പമുണ്ട്. റഹീസ്, PR സുനിലിന്റെ ആ വാക്കുകൾ എടുക്കുകയാണ് എങ്കിൽ ആരെയും പിണക്കാതെ എന്നുള്ളതാണ്. അതായത് പുരോഗമനവാദികളെയും പിണക്കുന്നില്ല, അതുപോലെ തന്നെ വിശ്വാസികളെയും പിണക്കുന്നില്ല എന്ന നിലയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ, ഒരു നിലപാടെടുക്കാൻ സർക്കാർ നിർബന്ധിതരാകുന്നുണ്ട്. നമുക്കറിയാം NSSന്റെ നിലപാട് എന്താണ്, സർക്കാർ കോടതിയിൽ പോയി പറയുന്നത് എന്ന് ഉറ്റുനോക്കുന്ന പല വിഭാഗങ്ങളുണ്ട്, പ്രതിപക്ഷമടക്കം. ഇങ്ങനെ ഒരു നിലപാടുമായി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യം സർക്കാരിന് മുന്നിലുണ്ട്. മാധു, ഡിപ്ലോമാറ്റിക്കായ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുന്നുവെന്ന് VN വാസവന്റെ അടക്കം വാക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് അങ്ങനെ ഒരു നിലപാടല്ല സർക്കാർ എടുക്കേണ്ടത് എന്നതായിരുന്നു CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം. അതനുസരിച്ചുള്ളത് 2 കാര്യങ്ങളാണ് പ്രധാനമായും ഈ എഴുതി തയ്യാറാക്കുന്ന കുറിപ്പിലുണ്ടാവുക. ഒന്ന്, സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്ത നിലപാടിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് മതപണ്ഡിതർ തീരുമാനമെടുക്കണം, വിദഗ്ധരായ ആളുകളാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് അന്ന് തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ്. അതിനൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അയ്യപ്പന് ശബരിമലയിലേക്ക് പോകുമ്പോൾ ലിംഗവ്യത്യാസം ഏർപ്പെടുത്തുന്നത് ശരിയല്ല എന്ന നിലപാട് അന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നതാണ്. അതായത് നേരിട്ട് യുവതികളെ പ്രവേശിപ്പിക്കാം എന്നതാണ് സർക്കാരിന്റെ നിലപാട് എന്ന് പറയാതെ ലിംഗവ്യത്യാസം അവിടെ പാടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം യുവതികൾക്ക് കയറാമെന്നത് തന്നെയാണ്. ഇന്ന് എഴുതി കൊടുക്കുന്ന നോട്ടിൽ ആ വരികൾ ഉണ്ടാവില്ല, മുൻ നിലപാടിൽ അക്കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് CPM നേതാക്കളുമായും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അന്ന് പറഞ്ഞ അതേ കാര്യം മതപണ്ഡിതരും മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദഗ്ധരും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന് നിലപാട് പറയുകയും ലിംഗവ്യത്യാസം പാടില്ല എന്ന് പറയുന്നതിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ കൃത്യമായ അർത്ഥം യുവതീ പ്രവേശനത്തിന് സർക്കാർ അനുകൂലമല്ല എന്നാണ്. എന്ന് മാത്രമല്ല, ഈ സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ എഴുതി കൊടുക്കാൻ പോകുന്ന കാര്യം യുവതീ പ്രവേശനം സന്നിധാനത്ത് പറ്റില്ല, ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമല്ല, അവിടുത്തെ കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡ് എന്ന നിലപാട് കൂടി ദേവസ്വം ബോർഡ് സുപ്രീം കോടതി അറിയിക്കും. അത് കൃത്യമായി ഒരു വശത്ത് സർക്കാർ പുറത്ത് ഡിപ്ലോമാറ്റിക്കായ ഒരു നിലപാടെടുക്കുന്നു എന്ന് തോന്നിക്കുകയും മറുഭാഗത്ത് സർക്കാരിന്റെ തന്നെ ദേവസ്വം ബോർഡിന്റെ തന്നെ ശബരിമലയുടെ തന്നെ കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡ് പറയുന്നു യുവതീ പ്രവേശനം അവിടെ സാധ്യമല്ല, ആചാരം സംരക്ഷിക്കണം എന്ന നിലപാട് കൂടി പറയുന്നത് കൊണ്ട് തന്നെ പുരോഗമനക്കാരെ ഒരുപക്ഷെ ആശ്വസിപ്പിക്കാം, അല്ലെങ്കിൽ മുമ്പ് ദേവസ്വം ബോർഡിന് മുൻപും ആ നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നത് കൂടി പ്രധാനമാണ്. ദേവസ്വം ബോർഡ് ഒരിക്കലും മറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. VS സർക്കാരും പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാരുമാണ് വ്യത്യസ്തമായ 2 നിലപാടുകൾ എടുത്തത്. അതിൽ VS സർക്കാരിന്റെ നിലപാടിന്റെ കാലത്തേക്ക് തിരിച്ചു പോകുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഭാഗികമായി. പക്ഷേ അതേ സമയത്ത് തന്നെ അവിടെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുകയുമില്ല സുപ്രീം കോടതിയിൽ.